സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആക്റ്റീവ്, എന്താണ് പാസീവ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ പരീക്ഷയ്ക്ക് അതിൻ്റെ പ്രാധാന്യമൊന്നുമില്ല, എന്നാലും അത് ഓർമ്മിച്ചിരിക്കുക. ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റിന് പ്രാധാന്യം നൽകി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് ആക്റ്റീവ് വോയിസ്. ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം നൽകി പറഞ്ഞാൽ അത് ആക്റ്റീവ് വോയിസ്. തന്നിരിക്കുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുത്ത് പറയുന്നതെങ്കിൽ, ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് തിരുത്തി എഴുതുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് പാസീവ് വോയിസ്. അപ്പൊ സബ്ജക്റ്റിന് പ്രാധാന്യം നൽകി പറഞ്ഞാൽ അത് ആക്റ്റീവ്, ഒബ്ജക്റ്റിന് പ്രാധാന്യം നൽകിയാൽ അത് പാസീവ്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ എങ്ങനെ വരും? ഒരു ചോദ്യം എപ്പോഴും ചോദിക്കുന്ന കോമൺ ചോദ്യമാണ്, തന്നിരിക്കുന്ന സെന്റൻസിൽ ആക്റ്റീവ് ഏത്, പാസീവ് ഏത്. അല്ലെങ്കിൽ ഒരു സെന്റൻസ് തന്നിട്ട് അതിനകത്ത് ആക്റ്റീവ് വോയിസ് എഴുതുക, അല്ലെങ്കിൽ പാസീവ് വോയിസ് എഴുതുക. ഇന്റർചേഞ്ചിങ് സെന്റൻസിനെ ആക്റ്റീവിൽ നിന്ന് പാസീവിലോട്ട് മാറ്റാം, പാസീവിൽ നിന്ന് ഏതിലോട്ട് മാറ്റാം, ആക്റ്റീവിലോട്ട് മാറ്റാം. അപ്പൊ നമുക്ക് അങ്ങനെയാണ് ചോദ്യങ്ങൾ എപ്പോഴും വരുന്നത്. ആക്റ്റീവ് പാസീവിലോട്ട് മാറ്റുക. ചിലപ്പോൾ തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് അതിനെ പാസീവിലോട്ട് മാറ്റാം, ചിലപ്പം പാസീവ് വന്നിട്ടുണ്ടായിരിക്കും അതിനെ ആക്റ്റീവിലോട്ട് മാറ്റുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. രണ്ടാമത്തെ തരം സെന്റൻസുകൾ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്ന് പറയുമ്പം, ഒരു സെന്റൻസ് തന്നിട്ട് അതിൽ ഡാഷ് ഇട്ട് തന്നിട്ടുണ്ടായിരിക്കാം, അത് ഫില്ലപ്പ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ വരും. മൂന്നാമത്തെ തരം സെന്റൻസ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്ന് പറയുമ്പം, ഒരു സെന്റൻസ് തന്നിട്ട് അതിനകത്ത് തെറ്റായിട്ടുള്ള ഭാഗങ്ങൾ കണ്ടെത്തുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട് തരുന്നത്. ഇപ്പൊ എന്താണ് ആക്റ്റീവ്, എന്താണ് പാസീവ് എന്ന് പറഞ്ഞു. ഒരു സെന്റൻസിൽ സബ്ജക്റ്റിന് പ്രാധാന്യം നൽകി പറഞ്ഞാൽ അത് ആക്റ്റീവ് വോയിസ്. അതേ സെന്റൻസിലെ ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുത്ത് പറയുന്നതെങ്കിൽ അത് പാസീവ് ആണെന്ന് പറയാം. ആ സെന്റൻസിന് എന്തെന്ന് പറയാം, പാസീവ് വോയിസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, രാമൻ രാവണനെ കൊന്നു. അല്ലെ, രാമൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, രാവണൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. പ്രവൃത്തിയുടെ ഫലം ആരാണോ അനുഭവിക്കുന്നത് അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മലയാളത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ ആ സെന്റൻസിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ എന്തെന്ന് പറയും, രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. കണ്ടാ, സെന്റൻസിൽ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എന്തിനെ കൊണ്ടുവന്നു, ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് സെന്റൻസ് തിരുത്തി എഴുതി. ചെറിയൊരു മാറ്റം വന്നണ്ടാ, രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. ഇങ്ങനെ പറയുന്നതിനാണ് ആക്റ്റീവും പാസീവും എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആണ് നമ്മൾ നോക്കുന്നത്. ടൈപ്പ് ഓഫ് സെന്റൻസ് ബേസിലാണ് ആക്റ്റീവും പാസീവും നോക്കുന്നത്. ടെൻസുമായിട്ടൊന്നും കണക്ഷൻ ഇല്ല. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ട് അത് വെച്ചിട്ട് എല്ലാ സെന്റൻസിനെയും ആക്റ്റീവിനെ പാസീവിലോട്ട് മാറ്റാൻ ഒരു ഇക്വേഷൻ പഠിക്കുന്നു. അത് വെച്ചിട്ട് എല്ലാ സെന്റൻസും അങ്ങ് എഴുതുന്നു. ആ ഇക്വേഷൻ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എന്നോടൊപ്പം എന്ത് ചെയ്യണം, ആ ഇക്വേഷൻ പറഞ്ഞ് പഠിച്ചു പോകണം. ക്ലാസ് കഴിയുമ്പം ആ ഇക്വേഷൻ കാണാതെ പഠിച്ചിരിക്കണം. ആ ഇക്വേഷനിലുള്ള ഓരോ വാക്കുകളും എങ്ങനെ എഴുതുമെന്നും പഠിച്ചു വച്ചിരിക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ പറയുന്നത് സെന്റൻസ് ബേസിലാണ് ആക്റ്റീവും പാസീവും പറയുന്നത്. എത്ര തരം സെന്റൻസുകളുണ്ട് കുട്ടികളെ? ഇംഗ്ലീഷിൽ 4 തരം സെന്റൻസുകളാണുള്ളത്. ഒന്നാമത്തത് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്, രണ്ടാമത്തത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്, മൂന്നാമത്തത് ഇമ്പരേറ്റീവ്, നാലാമത്തത് എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെന്റൻസ്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകൾ, അല്ലെങ്കിൽ നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസ് സ്റ്റേറ്റ്മെന്റ്. ഇന്ററോഗേറ്റീവ് ആണെങ്കിലാ ചോദ്യ രൂപേണ ചോദിക്കുന്ന സെന്റൻസുകളെല്ലാം ഇന്ററോഗേറ്റീവ്. ഇമ്പരേറ്റീവ് ആണെങ്കിലാ റിക്വസ്റ്റ് കമാൻഡ് ടൈപ്പ്, ആജ്ഞയുടെയോ അപേക്ഷയുടെയോ രീതിയിൽ ചോദിക്കുന്ന സെന്റൻസ് ഇമ്പരേറ്റീവ്. എക്സ്ക്ലമേറ്ററി ആണെങ്കിലാ ആശ്ചര്യചിഹ്നം വരുന്ന സെന്റൻസുകൾ എക്സ്ക്ലമേറ്ററി. അപ്പൊ നമുക്ക് 3 ടൈപ്പ് സെന്റൻസിന് മാത്രമേ പാസീവ് ഉള്ളൂ, എക്സ്ക്ലമേറ്ററിക്ക് ഇല്ല. സ്റ്റേറ്റ്മെന്റിന് പാസീവ് വോയിസ് പഠിക്കണം, ഇന്ററോഗേറ്റീവിന് പഠിക്കണം, ഇമ്പരേറ്റീവിനും പഠിക്കണം. നമ്മളിതിൽ ആദ്യം പഠിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളുടെ പാസീവ് വോയിസ് ആണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളുടെ പാസീവ് വോയിസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കുട്ടികളെ, എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്? അത് മനസ്സിലാക്കിയാലല്ലേ എന്റെ പാസീവ് വോയിസ് എഴുതാൻ പറ്റുള്ളൂ. തന്നിരിക്കുന്ന സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കാം? തന്നിരിക്കുന്ന സെന്റൻസിൽ ആദ്യം കിടക്കുന്ന വാക്ക് നോക്കുക. സെന്റൻസിന്റെ തുടക്കത്തിൽ വരുന്ന വാക്ക് നോക്കുക. അതൊരു നൗൺ ആയിരിക്കാം, അല്ല എങ്കിൽ പ്രോനൗൺ ആയിരിക്കാം. നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങി എന്തിൽ അവസാനിക്കുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകളെല്ലാം സ്റ്റേറ്റ്മെന്റ് ആണ്. ഉറച്ചു പറഞ്ഞേ. നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകൾ നമുക്ക് എന്തെന്ന് വിളിക്കാം, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അപ്പൊ എന്താണ് ഈ നൗണ്? പഠിച്ചതാണേ. നൗൺ എന്താണ്? എന്തിന്റെയും പേരായ ശബ്ദത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്,
നൗൺ എന്ന് വിളിക്കുന്നത്. എന്തിൻ്റെയും പേരായ ശബ്ദമാണ് നൗൺ. അപ്പൊ എന്താണ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ? നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് പഠിച്ചതാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ഏതൊക്കെയാണ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഏതൊക്കെയാണ്? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. അത് കൂടാണ്ട് കുറച്ചും കൂടെ പഠിച്ചില്ല. എവരിബഡി, എവരിവൺ, എവരിത്തിങ്. സംബഡി, സംവൺ, സംതിങ്. എനിബഡി, എനിവൺ, എനിത്തിങ്. അതുപോലെ നോബഡി, നോ വൺ, നത്തിങ്. അതുപോലെ ഇങ്ങനെയുള്ള വാക്കുകൾ, ഇതിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? പ്രോനൗൺ എന്ന് പറയാം. അപ്പൊ നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങുന്ന സെന്റൻസ് എന്തിൽ അവസാനിക്കുന്നു? ഫുൾ സ്റ്റോപ്പില് അവസാനിക്കുന്നു. അതിന് വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകൾ എന്ന്. മറക്കൂലല്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് 1 മാർക്കും കൂടെ കിട്ടും. സെന്റൻസ് ഐഡന്റിഫിക്കേഷനും കൂടെ നമുക്ക് കിട്ടും. എന്ത് ചെയ്യുന്നുണ്ട്? ആ 1 മാർക്ക് നമുക്ക് ചുളുവിന് 1 മാർക്കും കൂടെ കിട്ടും. ഒരു തന്നിരിക്കുന്ന സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം കിടക്കുന്ന സെന്റൻസിന്റെ തുടക്കത്തിൽ വരുന്ന വാക്ക് നോക്കുക. അതൊരു നൗൺ ആണോ നോക്കുക, അല്ലെങ്കിൽ പ്രോനൗൺ ആണോ എന്ന് നോക്കുക. അപ്പൊ നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകളാണ് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്. ഈ സ്റ്റേറ്റ്മെന്റ് സെന്റൻസിന് വേറെ 3 പേരും കൂടെ പറയും. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ 1 മാർക്ക് കിട്ടട്ടെ. ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് സെന്റൻസിന് പറയുന്ന മറ്റൊരു പേരാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. എന്തെന്ന് പറയാം? ഡിക്ലറേറ്റീവ് സെന്റൻസ്. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് അസർട്ടീവ് സെന്റൻസ്. എന്തെന്ന് വിളിക്കാം? അസർട്ടീവ് സെന്റൻസ്. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് അഫർമേറ്റീവ്. എന്തൊക്കെ പറയുന്നു? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം, അസർട്ടീവ് എന്ന് പറയാം, ഡിക്ലറേറ്റീവ് എന്ന് പറയാം, അതുപോലെ അഫർമേറ്റീവ് എന്നും പറയാം. ഒന്ന് പറഞ്ഞേ, ഉറച്ചു പറഞ്ഞേ. സ്റ്റേറ്റ്മെന്റ്, അസർട്ടീവ്, ഡിക്ലറേറ്റീവ്, അഫർമേറ്റീവ്. ഇത് 4 പേരും ഒരു തരം സെന്റൻസ് അല്ലെങ്കിൽ ഒരു സെന്റൻസിന് പറയുന്ന പേരാണ്. എങ്ങനെ കണ്ടെത്താം? നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. കിട്ടുമല്ലോ. അപ്പൊ സെന്റൻസിന്റെ തുടക്കത്തിൽ കിടക്കുന്ന വാക്ക് നോക്കുക. അതൊരു നൗൺ ആയിരിക്കാം, അല്ല എങ്കിൽ പ്രോനൗൺ ആയിരിക്കാം. പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളും കൂടെ ഒന്ന് പറഞ്ഞേ. ഏതൊക്കെ? നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് ഏതൊക്കെയുണ്ട്? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇവ കൂടാണ്ട് ഏതൊക്കെ പറഞ്ഞു? എവരിബഡി, എവരിവൺ, എവരിത്തിങ്. സംബഡി, സംവൺ, സംതിങ്. എനിബഡി, എനിവൺ, എനിത്തിങ്. നോബഡി, നോ വൺ, നത്തിങ്. അതുപോലെ നണ്ണ്. ഇതെല്ലാം പ്രോനൗണുകൾ അല്ലെങ്കിൽ പ്രോനൗണുകൾക്ക് ഉദാഹരണമാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളുടെ പാസീവ് വോയിസ് ആണ് പഠിക്കുന്നത്. അപ്പൊ സബ്ജക്റ്റ്, നൗണ് അല്ലെങ്കിൽ ഇതിന് രണ്ടിനും കൂടെ ചേർത്ത് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകളാണ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ. ഇത്തരം സെന്റൻസിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാം? നമ്മൾ ഒരു ചെറിയ ഇക്വേഷൻ ആണ് പഠിക്കുന്നത്. ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഇപ്പൊ ഇന്നേട്ട് എഴുതിയെടുത്ത് പഠിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. എന്നോടൊപ്പം പഠിക്കുക. ആ ഇക്വേഷൻ വെച്ച് എല്ലാ സെന്റൻസും, ഇപ്പൊ നമ്മൾ ടെൻസിൽ പഠിക്കുന്ന മൊത്തവും സെന്റൻസും വേറെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് പഠിക്കൂല. ആ ഇക്വേഷൻ ഒന്ന് പഠിക്കുക. ആ ഇക്വേഷനിൽ ഓരോ വാക്കുകളും എങ്ങനെ എഴുതുമെന്നും പഠിക്കും. എല്ലാ സെന്റൻസും അങ്ങ് ചറപറ നമുക്ക് ചെയ്തു പോവാം. ഓക്കെ. നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. നമുക്ക് നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങുന്ന സെന്റൻസിന് എക്സാമ്പിൾ നോക്കിയേ. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇവിടെ ഹി എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? ഒരു പ്രോനൗൺ അല്ലേ? പ്രോനൗണിൽ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കാം? സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാം. നമ്മളിപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. നമ്മൾ പാസീവ് വോയിസ് എഴുതാൻ പഠിക്കുന്നേ ഉള്ളൂ. ഇനി രാജു റോട്ട് എ ലെറ്റർ. ഇവിടെ രാജു എന്ന് പറയുന്ന എന്തിന് എക്സാമ്പിൾ ആണ് കുട്ടികളെ? ഒരു നൗണിന് എക്സാമ്പിൾ അല്ലേ? നൗൺ ആയതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കാം? സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് എന്ന് വിളിക്കാം. നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങുന്ന സെന്റൻസുകളാണ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് സെന്റൻസിന്റെ പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് സെന്റൻസിന്റെ പാസീവ് വോയിസിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. ഒബ്ജക്റ്റ് പ്ലസ്, ആദ്യം ശ്രദ്ധിച്ചേ, ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ ഈ പറയുന്ന ആദ്യം കേൾക്കുക, ഇനി പറയുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം പറയുക. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഓർ മൈനസ് ബീയിങ് ഓർ ബീന് ഓർ ബി. ബ്രാക്കറ്റിനകത്ത് ബീയിങ് ഉണ്ട്, ബീനുണ്ട്, ബി. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം. അതാണ് ഓർ ഇട്ട് പറയുന്നത്. എങ്ങനെയെന്ന് എഴുതുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരും. പ്ലസ് V3, പ്ലസ് V3. അത് കഴിഞ്ഞിട്ട് പ്ലസ് ഓർ മൈനസ് RPS, പ്ലസ് ഓർ മൈനസ് ബൈ, പ്ലസ് ഓർ മൈനസ് സബ്ജക്റ്റ്. അപ്പൊ ഇക്വേഷൻ മാത്രം എന്ന് പറഞ്ഞ് അതിനകത്ത് ആ ഓരോ ഒബ്ജക്റ്റ് എങ്ങനെ എഴുതാം, എങ്ങനെ കണ്ടെത്തി എഴുതാം, ഓക്സിലറി എങ്ങനെ എഴുതാം, ബീയിങ് ബി, ഇതെങ്ങനെ എഴുതാം, അത് കഴിഞ്ഞിട്ട് V3 എങ്ങനെ എഴുതാം, RPS എന്താണ്,
ബൈ പ്ലസ് സബ്ജക്റ്റ് എങ്ങനെ എഴുതാം, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരും. നമ്മൾ ഓരോന്നും ഇക്വേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, എന്നിട്ടേ ചോദ്യങ്ങൾ നോക്കുള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾ ചുമ്മാ ഇക്വേഷൻ ഒന്ന് പഠിച്ചാണ്. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഓർ മൈനസ് ബീയിങ് ബീന് ബി പ്ലസ് V3 പ്ലസ് ഓർ മൈനസ് RPS പ്ലസ് ഓർ മൈനസ് ബൈ പിന്നെ സബ്ജക്റ്റ്. ഒന്നും കൂടെ പറഞ്ഞ ആദ്യം എന്ത് എഴുതണം? ഒബ്ജക്റ്റ്. അത് കഴിഞ്ഞ ഉടനെ എന്ത് എഴുതണം? ഓക്സിലറി വെർബ്. അത് കഴിഞ്ഞിട്ട് പ്ലസ് ഓർ മൈനസ് ബ്രാക്കറ്റിനകത്ത് ഏതൊക്കെ വാക്കുകൾ വന്നു? ബീയിങ് എഴുതാം, ആ ബീയിങ് അല്ലെങ്കിൽ എന്ത് എഴുതാം? ബീൻ എഴുതാം, അല്ലെങ്കിൽ ഏതെഴുതാം? ബി എഴുതാം. അത് കഴിഞ്ഞിട്ട് V3 വെർബിന്റെ മൂന്നാമത്തെ രൂപം V3 പ്ലസ് ഓർ മൈനസ് RPS. RPS എന്ന് പറഞ്ഞാൽ റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ്. എന്താണെന്ന് പറഞ്ഞു തരും. റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ്. പിന്നെ ബൈ, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്. കുട്ടികളെ ഈ ബൈ പ്ലസ് സബ്ജക്റ്റിന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ബൈ പ്ലസ് സബ്ജക്റ്റ് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബൈ ചേർത്ത് തന്നിരിക്കുന്ന സബ്ജക്റ്റ് എടുത്തത് അത് നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ എഴുതണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ എഴുതിയാൽ മതി. ഇനി ഒന്നും കൂടെ ഇക്വേഷൻ പറഞ്ഞേ. ഒബ്ജക്റ്റ് ഓക്സിലറി വെർബ് ബ്രാക്കറ്റിനകത്ത് ഏതൊക്കെ വരാം? പ്ലസ് ഓർ മൈനസ് ബീയിങ് ബീന് ബി പ്ലസ് V3 പ്ലസ് ഓർ മൈനസ് RPS പ്ലസ് ഓർ മൈനസ് ബൈ സബ്ജക്റ്റ്. ഇനി നോക്കിയേ, നിങ്ങൾ ചില ഇക്വേഷനകത്ത് പ്ലസും കണ്ടു, ചിലതിന്റെ മുന്നിൽ പ്ലസ് ഓർ മൈനസും കണ്ടു, പ്ലസ് അല്ലെങ്കിൽ മൈനസും പറഞ്ഞു. ഇനി ഈ പ്ലസ് ഇട്ട് പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ പ്ലസ് ഓക്സിലറി എന്ന് പറഞ്ഞാൽ ഓക്സിലറി ഉറപ്പായിട്ടും എടുത്തെഴുതണം. ചില സെന്റൻസിനകത്ത് ഓക്സിലറി ഇല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തി എഴുതണം. അതാണ് ഓക്സിലറി വെർബ് മസ്റ്റ് ആണ്. ഈ പ്ലസ് ഇട്ട് പറയുന്ന വാക്കുകളെല്ലാം ഉറപ്പായിട്ട് എഴുതണം. ഇനി പ്ലസ് ഓർ മൈനസ് ഇട്ട് പറയണമെങ്കിലാ സെന്റൻസിനനുസരിച്ചാണ്. വേണമെങ്കിൽ എഴുതാം, ചില സെന്റൻസിൽ അത് എഴുതണ്ട. ചില സെന്റൻസിൽ എഴുതണം, ചില സെന്റൻസിൽ എഴുതണ്ട. അതാണ് പ്ലസ് ഓർ മൈനസ് ഇട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ബീയിങ് ബീന് ബി ചിലതിലൊക്കെ വേണം, ചില സെന്റൻസിലൊന്നും ആ വാക്കുകളൊന്നും എഴുതണ്ട. അതാണ് അതിന്റെ മുന്നിൽ പ്ലസ് ഓർ മൈനസ് ഇട്ട് വെച്ചിരിക്കുന്നത്. RPS എന്ന് പറഞ്ഞാൽ റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ്. ചില സെന്റൻസിൽ കാണും, ചില സെന്റൻസിൽ കാണില്ല. കാണാത്ത സെന്റൻസിൽ എഴുതണ്ട. ബൈ പ്ലസ് സബ്ജക്റ്റ് നിർബന്ധമുള്ള കാര്യമില്ല. അതാണ് അവിടെ പ്ലസ് ഓർ മൈനസ് ഇട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓക്സിലറി എങ്ങനെ എഴുതാം? ബീയിങ് ബീന് ബി എങ്ങനെ എഴുതാം? അവ വേണ്ടാത്ത സെന്റൻസ് ഏതാണ്? V3. ഇത്രയും കാര്യങ്ങൾ എഴുതാൻ അറിയാമെങ്കിൽ പാസീവ് വോയിസ് ക്ലിയർ ആണ്. ഓക്സിലറി വെർബും ബീയിങ് ബീന് ബി V3 ഇത്രയും കാര്യങ്ങൾ എഴുതാൻ അറിയാമെങ്കിൽ പാസീവ് വോയിസ് ക്ലിയർ ആണ്. ഒരു കാര്യം ഓർമ്മയിലിരിക്കുക, പാസീവ് വോയിസില് വെർബ് എപ്പോഴും V3 രൂപങ്ങൾ മാത്രമേ എഴുതാറുള്ളൂ. പാസീവ് വോയിസിൽ വെർബ് എപ്പോഴും എന്തായിരിക്കണം? V3 രൂപങ്ങൾ മാത്രമേ എഴുതാറുള്ളൂ. അപ്പൊ ആ ഇക്വേഷൻ ഒരു തവണ എന്ന് പറഞ്ഞേ. ഇനി ആ ഇക്വേഷൻ കിടക്കുന്ന ഓരോ വാക്കുകളും എങ്ങനെ എഴുതും എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നോക്കിയേ, ഒബ്ജക്റ്റ് പ്ലസ് അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് പ്ലസ് ഓർ മൈനസ് ബീയിങ് ബീന് ബി പ്ലസ് V3 പ്ലസ് ഓർ മൈനസ് RPS പ്ലസ് ഓർ മൈനസ് ബൈ പ്ലസ് ഓർ മൈനസ് സബ്ജക്റ്റ്. ഇനി ഒബ്ജക്റ്റ്, അതിൽ ഓരോ കാര്യങ്ങളും എങ്ങനെ എഴുതും അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യം ഏതാണ് കുട്ടികളെ? ഒബ്ജക്റ്റ്. നോക്കിയേ, ഒബ്ജക്റ്റ് എങ്ങനെ എഴുതാം? ഒരു സെന്റൻസിൽ ഏത് സെന്റൻസിലും ഒബ്ജക്റ്റ് കണ്ടെത്താൻ പറഞ്ഞാൽ വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. വെർബ് അറിയാലോ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് കിടക്കുന്ന വാക്കിന് പറയുന്ന പേര് ഒബ്ജക്റ്റ്. ഇപ്പൊ വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് ഒബ്ജക്റ്റ്. അതങ്ങോട്ട് എടുത്തെഴുതുക. ക്ലിയർ ആണല്ലോ? വെർബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എടുത്ത് എഴുതുക. ഓക്കെ, നോക്കിയേ, ഇവിടെ ഒരു സെന്റൻസ് ഞാൻ എഴുതാം. രാജു ഈസ് റൈറ്റിംഗ്. രാജു ഈസ് റൈറ്റിംഗ് എ നോവൽ. രാജു ഈസ് റൈറ്റിംഗ് എ നോവൽ. ഇതിനകത്ത് രാജു എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? ഒരു നൗൺ ആണ്, സബ്ജക്റ്റ്. ഈസ് എന്ന് പറയുന്നതാണ് ഓക്സിലറി വെർബ്. റൈറ്റിംഗ് എന്ന് പറയുന്നത് വെർബ്. വെർബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വാക്ക് ഏതാണ്? എ നോവൽ. അത് ഒബ്ജക്റ്റ്. കണ്ട, അത് ഒബ്ജക്റ്റ്. അപ്പം വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. അതങ്ങോട്ട് എടുത്ത് എഴുതുക. ഇനി ചിലപ്പോഴേ ഈ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപങ്ങൾ വരാം. ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എന്ത് വരാം? പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപങ്ങളായിരിക്കും ചിലപ്പോഴും കിടക്കുന്നത്. എങ്കിലും നമ്മൾ ഈ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത്, ഇവിടെ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എടുത്തെഴുതുമ്പം എന്തെഴുതാൻ പാടില്ല? ആ ഒബ്ജക്റ്റ് രൂപം എഴുതാൻ പാടില്ല. അതിന്റെ എന്തെഴുതണം? സബ്ജക്റ്റ് രൂപമാണ് എഴുതേണ്ടത്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസിൽ നമ്മൾ ഒബ്ജക്റ്റിനെ എന്തായിട്ട് മാറ്റി? സബ്ജക്റ്റ് ആയിട്ട് മാറ്റിയാണ് എഴുതി പോകുന്നത്. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കൊണ്ട് എഴുതിയാണ് എഴുതുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപമാണ് കിടക്കുന്നതെങ്കിൽ പാസീവ് വോയിസിൽ അതിന്റെ എന്തെടുത്ത് എഴുതണം?
ഇവിടെ അതിന്റെ സബ്ജക്റ്റ് രൂപം വേണം എടുത്തെഴുതാൻ. നോക്കിയിരുന്നോണ്ടേ, നോക്ക്, പ്രോനൗണിന്റെ സബ്ജക്റ്റ്, പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപം. നിങ്ങൾ തന്നെ പറഞ്ഞേ, ഐയുടെ ഒബ്ജക്റ്റ് രൂപം ഏതാണ് കുട്ടികളെ? മീ. വി ആണെങ്കിലാ അതിന്റെ ഒബ്ജക്റ്റ് രൂപം അസ്. യു ആണെങ്കിലാ അതിന്റെ ഒബ്ജക്റ്റ് രൂപം യു തന്നെ. ഹി ആണെങ്കിലാ ഒബ്ജക്റ്റ് രൂപം ഹിം. ഷീ ആണെങ്കിലാ ഒബ്ജക്റ്റ് രൂപം ഏതാണ്? ഹെർ. ഇറ്റ് ആണെങ്കിലാ ഒബ്ജക്റ്റ് രൂപം ഇറ്റ് തന്നെ. ദേ ആണെങ്കിലാ അതിന്റെ ഒബ്ജക്റ്റ് രൂപം ദമ്മ്. ദേ ആണെങ്കില് ദമ്മ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? പ്രോനൗണുകളുടെ ഇവിടെ നോക്ക, ഇവിടെ മീ എന്നാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർമ്മിക്കുക, മീ എന്നാണ് കിടക്കുന്നതെങ്കിൽ മീ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് രൂപം ഇല്ലേ? പാസീവ് വോയിസിൽ ഇവിടെ എഴുതുമ്പോഴത്തേക്ക് മീ എഴുതാൻ പാടുണ്ടോ? അതിന്റെ സബ്ജക്റ്റ് രൂപമാണ്. മീയുടെ സബ്ജക്റ്റ് രൂപം ഏതാണ് കുട്ടികളെ? ഐ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? ഐ എന്ന് എഴുതണം. ഇവിടെ ഹിം എന്നാണ് കിടക്കുന്നത്. നോക്ക്, ചോദ്യത്തിൽ ഇവിടെ ഹിം എന്നാണ് കിടക്കുന്നത്. നമ്മൾ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? ഹിം എന്ന് എഴുതി വയ്ക്കുവോ? അത് ഹി എന്നാക്കി മാറ്റണം. അതിനെന്തായിട്ട് മാറ്റണം? ഹി എന്ന് എഴുതണം. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. വെർബ് കഴിഞ്ഞ് കിടക്കുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പേരാണെങ്കിൽ അതുപോലെ എടുത്തെഴുതാം. ഇനി പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപങ്ങളാണെങ്കിൽ അത് എന്തായിട്ട് മാറ്റണം? അതിന്റെ സബ്ജക്റ്റ് രൂപമാക്കി മാറ്റണം. പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ അത് പാസീവ് വോയിസ് എഴുതുമ്പോഴത്തേക്ക് അതിന്റെ എന്ത് രൂപം എഴുതുക? സബ്ജക്റ്റ് രൂപം എടുത്തെഴുതുക. അപ്പൊ പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞേ, ഐയുടെ ഒബ്ജക്റ്റ് രൂപമാണ് മീ എന്ന് പറയുന്നത്. വി ആണെങ്കിൽ അസ് ആണ് അതിന്റെ ഒബ്ജക്റ്റ് രൂപം. യു ആണെങ്കിൽ യു തന്നെയാണ്. ഹി ആണെങ്കിൽ ഹിം. ഷീ ആണെങ്കിൽ ഹെർ. ഇറ്റ് ആണെങ്കിൽ ഇറ്റ് തന്നെ. ദേ ആണെങ്കിൽ ദമ്മ്. ഇനി ഇതാണ് അതിന്റെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് രൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് തന്നിരിക്കുന്ന സെന്റൻസിൽ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഒരു ഒബ്ജക്റ്റ് രൂപമാണ് കിടക്കുന്നത്. പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ പാസീവ് വോയിസിൽ അത് എന്തായിട്ട് മാറ്റി എഴുതണം? സബ്ജക്റ്റ് രൂപമാക്കി എഴുതണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒബ്ജക്റ്റ് കണ്ടെത്താൻ പഠിച്ചു. വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്ക് ഒബ്ജക്റ്റ്. അതൊരു പേരാണെങ്കിൽ അതുപോലെ എഴുതാം. ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് രൂപം എടുത്തെഴുതുക. അടുത്ത എന്താണ് വരുന്നത്? ഓക്സിലറി എങ്ങനെ എഴുതാം? തന്നിരിക്കുന്ന സെന്റൻസില് ഓക്സിലറി വെർബ് എങ്ങനെ എഴുതാം? ഓക്സിലറി ഉറപ്പായിട്ട് എഴുതേണ്ട കാര്യമാണ്. നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കണം. ഓക്സിലറി ഉള്ള സെന്റൻസുകളാണെങ്കിൽ ഓക്സിലറി വെർബ് എടുത്തെഴുതാം, അതുപോലെ എടുത്തെഴുതാം. എന്തിനനുസരിച്ച്? കുട്ടികളെ നോക്കിയാണ്ടേ, ഇവിടെ ഈ രാജു എന്ന് പറയുന്ന സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ ഈസ് എന്ന് പറയുന്ന ഓക്സിലറി എഴുതിയിരിക്കുന്നത്, ഇല്ലേ? ഇനി നോക്കുക, പാസീവ് വോയിസില് നമ്മൾ ഒബ്ജക്റ്റിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ഒബ്ജക്റ്റിനനുസരിച്ച് ഓക്സിലറി എഴുതേണ്ടത്. അത്രേ ഉള്ളൂ കാര്യം. അപ്പം തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ സ്വഭാവം അനുസരിച്ച് ഓക്സിലറി വെർബ് എടുത്തെഴുതാം. എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഓക്സിലറി വെർബിനെ എടുത്തെഴുതാം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് സിംഗുലാറും പ്ലൂറലും എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് നൗണുകൾ സിംഗുലാറും പ്ലൂറലും നമ്മൾ പഠിച്ചതാണ്. എസ്സിൽ അവസാനിക്കുന്ന നൗണുകളെല്ലാം, എസ്സിൽ അവസാനിക്കുന്ന സബ്ജക്റ്റുകളെല്ലാം പ്ലൂറലാണ്. എസ്സിൽ അവസാനിച്ചില്ലെങ്കിൽ സിംഗുലാർ ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതെന്തിനനുസരിച്ച്? ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് എടുത്തെഴുതാം. നോക്കിയാണ്, ഈ സെന്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടല്ലോ. ഈസ് കിടക്കയില്ലേ? രാജു ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടല്ലോ. അതിനകത്ത് ഈസ് ആണ് ഓക്സിലറി. ഈസ് സിംഗുലാർ ആണ് പ്ലൂറൽ ആണ്? സിംഗുലാർ ആണ്. ഇനി അതിനകത്ത് ഒബ്ജക്റ്റ് നോക്കിയാണ് കുട്ടികളെ, എ നോവൽ. എ നോവൽ സിംഗുലാർ ആണ് പ്ലൂറൽ ആണ്? നോവൽ എന്നല്ലേ വന്നിരിക്കുന്നത്, സിംഗുലാർ. അപ്പൊ നമുക്ക് ഈസ് തന്നെ എഴുതിക്കൂടെ? സിംഗുലാർ ആണെങ്കിൽ അത് തന്നെ എഴുതാം. ഇനി ഇവിടെ നോവലിന് പകരം നോവൽസ് എന്നാണ് വന്നിരുന്നെങ്കിൽ സിംഗുലാർ ആണോ പ്ലൂറൽ ആണ്? രാജു ഈസ് റൈറ്റിംഗ് നോവൽസ് എന്നാണ് വന്നിരിക്കുന്നെങ്കിൽ അത് നോവൽസ് പ്ലൂറൽ ആയിട്ട് മാറും. അപ്പൊ നോവൽസിനോടൊപ്പം ഈസ് നിൽക്കുവോ? ഈസിന്റെ പ്ലൂറൽ ഏതാണ് കുട്ടികളെ? 6. അവിടെ നമ്മൾ 6 എഴുതണം. അപ്പൊ പഠിക്കുമല്ല, ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഓക്സിലറി വെർബ് എടുത്തെഴുതാം. നോക്കിയേ, ഓക്സിലറി വെർബ് സിംഗുലാറും പ്ലൂറലും നോക്കിയേ. ഓക്സിലറി വെർബ് സിംഗുലാറും പ്ലൂറലും നോക്കിയേ. നോക്ക, ഈസ് ആം, അതിന്റെ പ്ലൂറൽ ഏതാണ് കുട്ടികളെ? 6. ഈസ് ആമിന്റെ പ്ലൂറൽ ഏതാണ്? 6 ആണ്. ഇനി വാസ് ആണെങ്കിൽ അതിന്റെ പ്ലൂറൽ ഏതാണ്? വേറാണ്. അപ്പൊ ഒബ്ജക്റ്റ് സിംഗുലാറും പ്ലൂറലും മാറുന്നതിനനുസരിച്ച് ആ കിടക്കുന്ന ഓക്സിലറി ഒന്ന് മാറ്റി എഴുതേണ്ടതായിട്ട് വരും. ആ വാസിന്റെ പ്ലൂറലാണ് വേറെന്ന് പറയുന്നത്. അപ്പൊ ഹാസ് സിംഗുലാർ ആണ്, അതിന്റെ പ്ലൂറൽ ഏതാണ്? ഹാവ് ആണ്. അതേ ടെൻസിലുള്ള ഓക്സിലറി തന്നെ എഴുതണം കേട്ടോ. ഇനി ഹാഡ് ആണെങ്കിൽ എന്ത് തന്നെയാണ്? ഹാഡ് തന്നെയാണ്. ഹാഡ് മുതൽ അല്ലെങ്കിൽ ഹാഡ് വരുന്ന സെന്റൻസിന്റെ ഓക്സിലറിയുടെ പ്ലൂറൽ ഏതെന്ന് ചോദിച്ചാൽ ഹാഡ് തന്നെയാണ്.
ഇനി വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറിയുടെ സിംഗുലാറും പ്ലൂറലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് തന്നെ പറഞ്ഞാൽ മതി. നമ്മൾ പഠിച്ചതാണ്. വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി എല്ലാം സിംഗുലാറുമാണ്, പ്ലൂറലുമാണ്. ഓക്കെ, ഏതൊക്കെ വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി എന്ന് പറഞ്ഞേ? വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡെയർ, നീഡ്, ഔട്ട് ടു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈസ് ആമിന്റെ പ്ലൂറൽ ഏതെന്ന് ചോദിച്ചാൽ ആറാണ്. വാസ് ആണെങ്കിലാ വേറ്, ഹാസ് ആണെങ്കിൽ ഹാവ്, ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ, വില്ല് മുതൽ ഓട്ടിറ്റ് വരെ ആണെങ്കിൽ സെയിം അത് തന്നെ എഴുതിയാൽ മതി. ഇപ്പൊ ഈസ് ആമിന്റെ പ്ലൂറലാണ് 6, വാസിന്റെ പ്ലൂറൽ വേറാണ്, ഹാസിന്റെ പ്ലൂറൽ ഹാവ് ആണ്, ഹാഡിന്റെ പ്ലൂറൽ ഹാഡ് തന്നെയാണ്. ഇനി വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറിയുടെ സിംഗുലാറും പ്ലൂറൽ എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. കുട്ടികളെ നോക്കിയിരുന്നേ, ഇത്രയും ഓക്സിലറി വച്ചേ പാസീവ് വോയിസ് എഴുതാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഒരു 3 ഓക്സിലറി വെർബ് കാണാനില്ല. ഏതൊക്കെയുണ്ട് 3 ഓക്സിലറി വെർബ്? ഒന്ന് പറഞ്ഞു നോക്കി, ഏതൊക്കെയാണ് കാണാനില്ലാത്തത്? നമ്മൾ ഡു പറഞ്ഞില്ല, അതുപോലെ ഡസ് പറഞ്ഞില്ല, അതുപോലെ ഡിഡ് പറഞ്ഞിട്ടില്ല. അപ്പൊ പാസീവ് വോയിസിൽ ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കാറില്ല. പാസീവ് വോയിസിൽ എന്ത് വേണ്ട? ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കാറില്ല, ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കാറില്ല. മനസ്സിലായില്ല? ഓർമ്മയിലിരിക്കുക. പാസീവ് വോയിസില് ഡു, ഡസ്, ഡിഡ് ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കരുത്. ഓക്കെ, ബാക്കിയെല്ലാം ഓക്സിലറി ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കിട്ടുമല്ല. അപ്പൊ നമ്മളാ ഒബ്ജക്റ്റ് എങ്ങനെ കണ്ടെത്താന്ന് പറഞ്ഞു കുട്ടികളെ. ഒബ്ജക്റ്റ് എങ്ങനെ കണ്ടെത്താം? വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. അത് ഒരു പേരാണെങ്കിൽ അതുപോലെ അങ്ങ് എടുത്തെഴുതുക. ഇനി ഒരു പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ അത് എന്തായിട്ട് മാറ്റി എഴുതണം? സബ്ജക്റ്റ് രൂപമായിട്ട് ഇക്വേഷൻ പ്രകാരം ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എഴുതുക. ഇനി ഓക്സിലറി വെർബിന്റെ കാര്യം എങ്ങനെ പറഞ്ഞു കുട്ടികളെ? ഓക്സിലറി വെർബ് തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഓക്സിലറിയെ നിലനിർത്തണം. ആ ഓക്സിലറി നിലനിർത്തണം. എന്തിനനുസരിച്ച്? ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ സ്വഭാവം അനുസരിച്ച് നിലനിർത്താം. ഓക്കെ, ഇനി നോക്കിയേ, ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസ് വരും. അതിനും നമ്മൾ അവിടെ ഓക്സിലറി എഴുതണ്ടേ? ഓക്സിലറി ഇല്ലാത്ത സെന്റൻസ് വന്നാൽ, തന്നിരിക്കുന്ന സെന്റൻസിൽ എന്തില്ല എങ്കിൽ, ഓക്സിലറി ഇല്ല എങ്കിൽ, ഇല്ലാത്ത സെന്റൻസ് 2 എണ്ണേ വരുള്ളൂ. ഒന്ന് സിമ്പിൾ പ്രസന്റ്, 2 സിമ്പിൾ പാസ്റ്റ്. നോക്കിയാണ് ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ നമുക്ക് കിട്ടും. ഹി നോക്കിയാണ്ടേ, ഹി റൈറ്റ്സ്, കണ്ടല്ല, ഹി റൈറ്റ്സ് എ ലെറ്റർ. ഹി റൈറ്റ്സ് എ ലെറ്റർ, കണ്ടോ? ഹി റൈറ്റ്സ് എ ലെറ്റർ. ഹി സബ്ജക്റ്റ് ആണ്. റൈറ്റ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നൂടെ? റൈറ്റ്സ് എന്ന് പറയുന്നത് മെയിൻ വെർബ് ആണ്. എ ലെറ്റർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഓക്സിലറി വെർബ് പോലും നിങ്ങൾ കണ്ട എന്തിന് എക്സാമ്പിൾ ആണ്? സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി നോക്കിയേ, ഇങ്ങനെ ഒരു സെന്റൻസ് ആണ് കിടക്കുന്നത്. ഹി റോട്ട്, ഹി റോട്ട് എ ലെറ്റർ. ഹി റോട്ട് എ ലെറ്റർ. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ്, റോട്ട് എന്ന് പറയുന്നത് V2 ഫോമിലെ വെർബാണ്, എ ലെറ്റർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അവിടെയും ഓക്സിലറി വെർബ് ഇല്ല. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ നമ്മൾ കണ്ടെത്തി എഴുതണം. എങ്ങനെ എഴുതണം പിള്ളേരെ? കണ്ടെത്തി എഴുതണം. എങ്ങനെ എഴുതണം കുട്ടികളെ? കണ്ടെത്തി എഴുതണം. നോക്കിയോ, ഇനി പാസീവ് വോയിസ് പ്രകാരം എങ്ങനെ ഓക്സിലറി വെർബ് കണ്ടെത്താം അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നോക്കിയിരുന്നോണേ. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? കണ്ടെത്തി എഴുതാന്ന് പറഞ്ഞു. തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം സിമ്പിൾ പ്രസന്റ് എന്ന്? നോക്കിയേ, വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബോ. ഏതൊക്കെ വരാൻ കുട്ടികളെ? വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബോ, അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഡൂ ഡസ് ഒക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസ്. അപ്പൊ ഏതൊക്കെ വരാം? സിമ്പിൾ പ്രസന്റ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബോ, ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ നമ്മളിവിടെ പാസീവ് വോയിസിന്റെ ഈ സ്ഥാനത്ത്, ഓക്സിലറിയുടെ ഈ സ്ഥാനത്ത് നമുക്ക് ഏതൊക്കെ എഴുതാം കുട്ടികളെ? ഈസ് എഴുതാം, ആം എഴുതാം, ആർ എഴുതാം. ഏതൊക്കെ ഓക്സിലറി എടുക്കാം നമുക്ക് അവിടെ? ഈസ്, ആം, ആർ. അപ്പൊ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഓക്സിലറി ആയിട്ട് പാസീവ് വോയിസിൽ ഏതൊക്കെ എടുക്കാം? ഈസ്, ആം, ആർ. 3 എഴുതി വയ്ക്കാൻ പറ്റുമോ ഇവിടെ? 3 എഴുതാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്നേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്തിനു നോക്കണം? ഒബ്ജക്റ്റിന് നോക്കണം. ഒബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഏതെഴുതാം? ഒബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഈസ് എഴുതാം. ഒബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഈസ്. ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് ഏതെഴുതാം? ആർ എഴുതാം. ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ എഴുതാം. ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ 6. ഒബ്ജക്റ്റ് ഐ വന്നാൽ മാത്രം നമുക്ക് ഏതെഴുതാം? ആം എഴുതാം. ക്ലിയർ ആണോ?
അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഓക്സിലറി കണ്ടെത്തി എഴുതണം. എങ്ങനെ കണ്ടെത്തണം പിള്ളേരെ? വെർബ് V1 അല്ലെങ്കിൽ എസിൽ അവസാനിക്കുന്ന വെർബോ അല്ലെങ്കിൽ ഡു വരാം, ഡസ് വരാം വന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഓക്സിലറി എടുക്കാം? ഈസ് എടുക്കാം, ആം എടുക്കാം, അതുപോലെ ആർ എടുക്കാം. ഇനി ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി നിലനിർത്താം. അപ്പൊ ചോദ്യത്തിലൂടെ ഒന്ന് പരിചയപ്പെടാം. നോക്കിയേ, ഹി റൈറ്റ്സ് എ ലെറ്റർ. ഹി റൈറ്റ്സ് എ ലെറ്റർ. കണ്ടല്ല, ഹി സബ്ജക്റ്റ് ആണ്, റൈറ്റ്സ് വെർബ് ആണ്. എന്തിൽ അവസാനിച്ചിരിക്കുന്നു? എസിൽ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഏതൊക്കെ ഓക്സിലറി എടുക്കാന്ന് പറഞ്ഞു? ഈസ് എടുക്കാം, ആം എടുക്കാം, ആർ എടുക്കാം. നമ്മൾ ആദ്യം മുകളിലങ്ങ് എഴുതി വെച്ചു. ഇനി എ ലെറ്റർ. എ ലെറ്റർ എന്ന് പറഞ്ഞാൽ സിംഗുലാർ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ ഏത് എടുത്ത് എഴുതാം കുട്ടികളെ? എ ലെറ്റർ സിംഗുലാർ ആണെങ്കിൽ ഏത് എഴുതാം? ഈസ് എടുക്കാം. ബാക്കിയൊന്നും അവിടെ വരില്ല, ബാക്കിയൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പൊ എ ലെറ്റർ ഈസ് നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു ചോദ്യമാണ് കിടക്കുന്നത്. ഹി ഇവിടെ ഡസ്. ഹി ഡസ് റൈറ്റ്. ഹി ഡസ് റൈറ്റ് നോവൽസ്. ഹി ഡസ് റൈറ്റ് നോവൽസ്. കണ്ടല്ല, അവിടെ ഹി സബ്ജക്റ്റ് ആണ്, ഡസ് റൈറ്റ് എന്ന് പറയുന്ന കാര്യമാണ് വന്നിരിക്കുന്നത്. ഡസ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഓക്സിലറി എടുക്കാന്ന് പറഞ്ഞു? ഈസ്, ആം, ആർ. നമ്മൾ അതിന്റെ വണ്ടിയിൽ എഴുതി വെച്ചു. ഈസ്, ആം, അതേപോലെ ആർ എന്ന് എഴുതി വെച്ചു. നോവൽസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. നോവൽസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഇനി നോവൽസ് നമ്മൾ ആദ്യം ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഏത് എഴുതി? നോവൽസ് എന്ന് എഴുതി. ഇനി നമ്മൾ ഓക്സിലറി നോക്കിയപ്പോൾ ഇല്ലാത്തതുകൊണ്ട് കണ്ടെത്തി വെച്ചു. ഈസ്, ആം, ആർ കണ്ടെത്തി എഴുതി. ഇനി നോവൽസ് സിംഗുലാർ ആണ്, പ്ലൂറൽ ആണ്? നോവൽസ് പ്ലൂറൽ ആണ്, സിംഗുലാർ അല്ല, പ്ലൂറൽ ആണ്. എസിൽ അവസാനിക്കുന്നുണ്ട്, പ്ലൂറൽ ആണ്. അപ്പൊ നമുക്ക് നോക്കുക, ഈസ്, ആം, ആർ. ഇതിൽ ഏത് എഴുതാം? ഈസ് സിംഗുലാർ ആണ്, ആം ഐ വന്നാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, ആറ് പ്ലൂറൽ ആണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് എഴുതാം? ആറ് എഴുതാം. ക്ലിയർ ആണോ? അപ്പൊ രണ്ടാമത്തെ ഓക്സിലറി ഇല്ലാത്തൊരു സെന്റൻസ് ആണ് വരുന്നതെങ്കിൽ, ഓക്സിലറി ഉള്ള സെന്റൻസ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, തന്നിരിക്കുന്ന ഓക്സിലറി അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. എന്ത്? ഒബ്ജക്റ്റിന്റെ സിംഗുലാറും പ്ലൂറലും അനുസരിച്ച് എഴുതിയാൽ മതി. ഇനി ഓക്സിലറി ഇല്ലാത്ത സെന്റൻസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? കണ്ടെത്തി എഴുതണമെന്ന് പറഞ്ഞു. എങ്ങനെ? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഏതൊക്കെ ഓക്സിലറി വരുമെന്ന് പറഞ്ഞു? ഈസ്, ആം, ആർ. ഇനി തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞു? തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് വെർബ് നോക്കിയാൽ മതി. വെർബ് V1 അല്ലെങ്കിൽ എസിൽ അവസാനിക്കുന്ന വെർബുകളോ അല്ലെങ്കിൽ ഡു വരാം, ഡസ് വരാം വന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഓക്സിലറി എടുക്കാന്ന് പറഞ്ഞു? ഈസ്, ആം, ആർ. പാസീവ് വോയിസിൽ ഓക്സിലറി കണ്ടെത്താനുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഈസ്, ആം, ആർ. ഇനി ഒരു ദാനം കൂടെ വരും. സിമ്പിൾ പാസ്റ്റ് വരാം, വെർബ് V2 വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം. സിമ്പിൾ പാസ്റ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ഒരു സെന്റൻസ് ആണ് സിമ്പിൾ പാസ്റ്റ്. വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസ്. വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ഒരു സെന്റൻസ്. ഓക്കെ, വന്നിട്ടുണ്ടെങ്കിൽ ഓക്സിലറി ആയിട്ട് നമുക്ക് ഏതൊക്കെ എടുക്കാം? വാസു എടുക്കാം, വേറും എടുക്കാം. ഏതൊക്കെ ഓക്സിലറി എടുക്കാം കുട്ടികളെ? വാസ് എടുക്കാം, അതുപോലെ വേറെടുക്കാം. വാസം, വേറും ഓക്സിലറി ആയിട്ട് എടുക്കാം. ഇനി എങ്ങനെ? ഒബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഏത് ഓക്സിലറി എടുക്കും? വാസും വേറിലും വാസ് എടുക്കാം. ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ വേറെ എടുക്കാം. നോക്കിയേ, ഈ ചോദ്യം നോക്കിയേ. ഹി റോട്ട് എ ലെറ്റർ. കണ്ടല്ലോ, ഹി റോട്ട് എ ലെറ്റർ. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ്, റോട്ട് എന്ന് പറയുന്ന വെർബ് V2 ആണ്. V2 ആയതുകൊണ്ട് ഏതൊക്കെ ഓക്സിലറി വരുന്നു? വാസ്, വേറെ. നമ്മൾ ആദ്യമേ ഓക്സിലറി എഴുതി വെച്ചു. ഇനി എ ലെറ്റർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. എ ലെറ്റർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. നോക്കുക, എ ലെറ്റർ സിംഗുലാർ ആണ്, പ്ലൂറൽ ആണ്? സിംഗുലാർ ആണ്, പ്ലൂറൽ ആണ്? എസിൽ അവസാനിച്ചിട്ടുണ്ടോ? ഇല്ലാത്തതുകൊണ്ട് സിംഗുലാർ ആണ്. അപ്പൊ നമുക്ക് ഏതെടുക്കാം? വാസും വേറിലും വാസ് എടുക്കാം. വാസ് അവിടെ ഓക്സിലറി ആയിട്ട് എടുത്തു. അപ്പം വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്ക്, നമ്മൾ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ആ ഓക്സിലറിയുടെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുറേ സെന്റൻസുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഇക്വേഷൻ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്സിലറിയുടെ കാര്യം ഇത് ചെയ്യുന്നുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിലറി ഉള്ള സെന്റൻസിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, ഓക്സിലറി ഇല്ലാത്ത സെന്റൻസ് എഴുതാം എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്സിലറിയുടെ കാര്യം ക്ലിയർ ആണ്. അടുത്ത നമ്മൾ നോക്കുന്നത്, അടുത്ത നമ്മൾ ഇക്വേഷൻ പ്രകാരം എന്താണ് നോക്കേണ്ടത്? ഇക്വേഷൻ പ്രകാരം ഇപ്പോൾ ഒബ്ജക്റ്റ് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു, അതുപോലെ ഓക്സിലറി വെർബും പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് പ്ലസ് ഓർ മൈനസ് ബീയിങ്, ബീന്, ബി ഇതെങ്ങനെ നമുക്ക് എഴുതാം എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. ഓക്സിലറിയില് സെന്റൻസുകളില് പ്ലസ് ഓർ മൈനസ് ബീയിങ്, ബീന്, ബി എങ്ങനെ എഴുതാം അതിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. നോക്കിയേ, ഓക്സിലറി വെർബ് ഉള്ള സെന്റൻസുകൾ ആണെങ്കിൽ മാത്രം എന്ത് എഴുതിയാൽ മതി? ബീയിങ് എഴുതാം. ബീയിങ് അല്ലെങ്കിൽ എന്ത് എഴുതാം? ബീന് എഴുതാം, അല്ലെങ്കിൽ ബി എഴുതാം. ഓക്സിലറി കണ്ടെത്തി എഴുതുന്ന സെന്റൻസുകളിൽ ഇതൊന്നും വേണ്ട, നമ്മൾ അങ്ങോട്ട് പറയും. ഇപ്പോൾ ഓക്സിലറി ഉള്ള സെന്റൻസുകളാണെങ്കിൽ, ഓക്സിലറി വെർബുകൾ
ഉള്ള സെന്റൻസുകളാണെങ്കിൽ മാത്രം ഓക്സിലറി വെർബിനനുസരിച്ച് നമുക്ക് ബീയിങ് എഴുതാം, അതുപോലെ ബീൻ എഴുതാം, അതുപോലെ ബി എഴുതാം. ഇത് മൂന്നും എഴുതാൻ പറ്റൂല, ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറ്റൂ. എന്തെന്ന് പറഞ്ഞു? തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടാന്ന് നോക്കാം. ഏതൊക്കെ? ഈസ്, ആമ്, ആറ്, വാസ്, വേറ്, അതുപോലെ ഹാസ്, ഹാവ്, ഹാഡ്, അതുപോലെ എന്ത് ചെയ്യുന്നൂടെ വില്ല് മുതൽ ഓട്ടിട്ട് വരെയുള്ള ഓക്സിലറി. ഇതേപോലുള്ള ഓക്സിലറി വരുന്ന സെന്റൻസുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്, ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ചോദ്യമായിട്ട് വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പാസീവ് എഴുതുമ്പം ഓക്സിലറി വെർബുകൾക്ക് അനുസരിച്ച് ഏതൊക്കെ എഴുതാം? ബീയിങ് എഴുതാം, അതുപോലെ ബീൻ എഴുതാം, അതുപോലെ ബി എഴുതാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കാം. ഇനി എങ്ങനെ ഇവ ചേർക്കാം എന്ന് തന്നെയാണ് നോക്കുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന ചോദ്യത്തിൽ ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന ചോദ്യത്തില് ഈസ്, ആമ്, ആറ്, വാസ്, വേർ ഏതൊക്കെ ഓക്സിലറി? ഈസ്, ആമ്, ആറ്, വാസ്, വേർ. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെടുത്തെഴുതാം? ബീയിങ് എടുത്തെഴുതാം. ഏതെടുത്തെഴുതാം? ബീയിങ് അവിടെ എഴുതാം. ഓക്കെ, തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ഹാസ്, ഹാവ്, ഹാഡ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഹാസ്, ഹാവ്, ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെടുത്തെഴുതാം? ബീൻ എടുത്തെഴുതാം. അവിടെ ഏതെടുത്തെഴുതാം? ബീൻ എടുത്തെഴുതാം. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തില് വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി ആണെങ്കിൽ ഏതെടുത്തെഴുതാം? ബി എടുത്തെഴുതാം. എങ്ങനെയാണ് കുട്ടികളെ? അപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ മാത്രം ഈ മൂന്ന് വാക്കിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്സിലറി ഇല്ല, കണ്ടെത്തി എഴുതുന്ന സെന്റൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് അങ്ങനെയുള്ള സെന്റൻസ് ആണെങ്കിൽ ഓക്സിലറി ഇല്ലാത്തല്ലേ, അവിടെ ഈ വാക്കുകളൊന്നും എഴുതണ്ട. ഓക്സിലറിക്ക് അനുസരിച്ചാണ് ഈ വാക്കുകൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ഓക്സിലറി വെർബുകളായിട്ട് ഏതൊക്കെ വരാം? ഈസ്, ആമ്, ആറ്, വാസ്, വേർ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചേർത്ത് കൊടുക്കുക? ബീയിങ് ചേർക്കുക. തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ഹാസ്, ഹാവ്, ഹാഡ് ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി ഉണ്ടെങ്കിൽ ബീൻ ചേർക്കാം. തന്നിരിക്കുന്ന ചോദ്യത്തില് വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ? വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡയർ, നീഡ്, ഔട്ട് ടു ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വന്നു കഴിഞ്ഞാൽ ബി ചേർക്കാം. ക്ലിയർ ആണല്ലോ? ഇവിടെ നോക്കിയേ, ഒരു ചോദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഹി ഈസ് റൈറ്റിംഗ്, നമ്മൾ നേരത്തെ എഴുതിയ ചോദ്യം തന്നെ. ഹി ഈസ് റൈറ്റിംഗ് എ നോവൽ. ഹി ഈസ് റൈറ്റിംഗ് എ നോവൽ കണ്ടല്ലോ. അവിടെ ഹി സബ്ജക്റ്റ് ആണ്, ഈസ് ഓക്സിലറി ആണ്, റൈറ്റിംഗ് എന്ന് പറയുന്ന വെർബാണ്, എ നോവൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അവിടെ ഈസ് വന്നിരിക്കുകയല്ലേ, ഈസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചേർക്കാന്ന് പറഞ്ഞു? പാസീവ് വോയിസില് ബീയിങ് ചേർത്ത് കൊടുക്കാം. ഇനി ചോദ്യം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഹി ഹാസ് റിട്ടൺ എ നോവൽ കണ്ടല്ല. ഹി ഹാസ് റിട്ടൺ എ നോവൽ ഒബ്ജക്റ്റ് ആണ്, എ നോവല്, റിട്ടൺ വെർബാണ്, ഹാസ് ഓക്സിലറി. ഇവിടെ ഹാസ് ഓക്സിലറി ആയിട്ട് വന്നുകൊണ്ട് പാസീവ് വോയിസിൽ ഏത് എഴുതി കൊടുക്കുക? ബീൻ ചേർത്ത് കൊടുക്കുക. ക്ലിയർ ആണോ? ഇനി ഹി വിൽ, ഇങ്ങനെയാണ് ചോദ്യം കിടക്കുന്നത്. ഹി വിൽ റൈറ്റ് എ ലെറ്റർ. ഹി വിൽ റൈറ്റ് എ ലെറ്റർ പറഞ്ഞു നോക്കിയ കുട്ടികളെ. ഇവിടെ വില്ല് വരുന്നു. വില്ല് എന്ന് പറഞ്ഞാൽ വില്ല് മുതൽ ഓട്ടിട്ട് വരെ വന്നു കഴിഞ്ഞാൽ ഏത് ചേർക്കണമെന്ന് പറഞ്ഞു? ബി ചേർക്കുക. ഈ സെന്റൻസിൽ എന്ത് ചേർത്ത് കൊടുക്കുക? ബി ചേർക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഓക്സിലറി വെർബ് ഉള്ള സെന്റൻസുകളിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? ഈസ്, ബീയിങ് എഴുതാം, ബീൻ എഴുതാം, ബി എഴുതാം. ഇനി ഓക്സിലറി വെർബ് എങ്ങനെയാണ്? ഓക്സിലറിക്ക് അനുസരിച്ച് എങ്ങനെ ഈ വാക്കുകൾ എഴുതാം? തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ഈസ്, ആമ്, ആറ്, വാസ്, വേർ വന്നിട്ടുണ്ടെങ്കിൽ പാസീവ് വോയിസിൽ എന്ത് ചേർത്ത് കൊടുക്കാം? ബീൻ ചേർക്കാം അവിടെ. ഇനി ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന സെന്റൻസ് ആണെങ്കിൽ അവിടെ എന്ത് ചേർക്കാം? ബീൻ ചേർക്കാം. വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി ആണെങ്കിൽ എന്ത് ചേർക്കാം? ബി ചേർക്കാം. ഇനി നോക്കിയ കുട്ടികളെ, ഓക്സിലറി കണ്ടെത്തി എഴുതുന്ന സെന്റൻസുകളുണ്ട്. ഏതൊക്കെയാണ് ഓക്സിലറി കണ്ടെത്തി എഴുതുന്ന സെന്റൻസ്? സിമ്പിൾ പ്രസന്റ്, അതേപോലെ സിമ്പിൾ പ്രസന്റും, അതുപോലെ ഏതും പറഞ്ഞു? സിമ്പിൾ പാസ്റ്റും. സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഈസ്, ആമ്, ആറ്, വാസ്, വേർ കണ്ടെത്തി എഴുതൂലേ വളരെ. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് വരുന്ന സെന്റൻസുകളോ അല്ലെങ്കിൽ ഏതൊക്കെ ഓക്സിലറി ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഓക്സിലറി ആയിട്ട് ഏതൊക്കെ എടുക്കാന്ന് പറഞ്ഞു കണ്ടെത്തി എഴുതാം. ഈസ്, ആമ്, ആർ പറഞ്ഞു, കൂടെ പറഞ്ഞോണം. ഇനി സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം കുട്ടികളെ? വെർബ് V2 വരാം അല്ലെങ്കിൽ
ഡിഡ് വരുന്ന സെന്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഓക്സിലറി എടുക്കാന്ന് പറഞ്ഞു? വാസും വേറും കണ്ടെത്തി എഴുതുന്ന ഓക്സിലറീസ് അല്ലേ? അപ്പൊ ഓക്സിലറി വെർബ് കണ്ടെത്തി എഴുതുന്ന സെന്റൻസുകളാണെങ്കിൽ സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും ആണ് കണ്ടെത്തി എഴുതുന്നത്. അങ്ങനെയുള്ള സെന്റൻസ് ആണ് തരുന്നതെങ്കിൽ, അതായത് ഏതൊക്കെ ഓക്സിലറി നമ്മൾ കണ്ടെത്തി എഴുതിയത്? ഈസ്, അതേപോലെ ആമ്, അതേപോലെ ആറ്, അതുപോലെ വാസ്, അതുപോലെ വേറ്. ഇതെല്ലാം നമ്മൾ കണ്ടെത്തി എഴുതിയ ഓക്സിലറീസ്. ഇത് കണ്ടെത്തി എഴുതുകയാണെങ്കിൽ ഇങ്ങനെ പഠിച്ചാലും മതി. ഈസ്, ആമ്, ആറ്, വാസ്, വേറ് കണ്ടെത്തി എഴുതുന്ന സെന്റൻസുകളാണെങ്കിൽ, കണ്ടുപിടിച്ചെഴുതുന്ന സെന്റൻസുകളാണെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും ചേർക്കണ്ട. ബീയിങ് ചേർക്കണ്ട, ബീൻ ചേർക്കണ്ട, ബി ചേർക്കണ്ട. ഈ 3 വാക്കിൽ ഒന്നും ചേർക്കണ്ട. അതാണ് ആ ഇക്വേഷനിൽ പ്ലസ് ഓർ മൈനസ് ബീയിങ് ബീന് ബി എന്നിട്ടത്. ഓക്സിലറി ഉള്ള സെന്റൻസുകളാണെങ്കിൽ മാത്രം ബീയിങ്ങും ബീനും ബിയും ചേർത്താൽ മതി. ഓക്സിലറി കണ്ടെത്തി എഴുതുന്ന സെന്റൻസുകളാണെങ്കിൽ എന്ത് ചേർക്കണ്ട? ബീയിങ്ങും ചേർക്കണ്ട, ബീനും ചേർക്കണ്ട, ബിയും ചേർക്കണ്ട. മറക്കൂലല്ല, ഇത് മറക്കേ ചെയ്യരുത്, വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ ഓക്സിലറിയുടെ കാര്യവും ബീയിങ്ങും ബീനും ബിയും ചേർക്കുന്നതും ചേർക്കാത്തതുമായിട്ടുള്ള കാര്യം മനസ്സിലായല്ല. ഓക്സിലറി വെർബ് ഉള്ള സെന്റൻസുകളാണെങ്കിൽ ബീയിങ് ചേർക്കാം, ബീന് ചേർക്കാം, ബി ചേർക്കാം. ഏതൊക്കെ ഓക്സിലറി വന്നു കഴിഞ്ഞാൽ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ആക്റ്റീവ് വോയിസ്, അതായത് ചോദ്യത്തിനകത്ത് ഈസ്, ആമ്, ആറ്, വാസ്, വേർ വന്നു കഴിഞ്ഞാൽ എന്ത് ചേർത്ത് കൊടുക്കാം? ബീയിങ് ചേർക്കാം. ഹാസ്, ഹാവ്, ഹാഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചേർത്ത് കൊടുക്കാം? ബീൻ ചേർക്കാം. വില്ല് മുതൽ ഓട്ടിട്ട് വരെയുള്ള ഓക്സിലറി ആണെങ്കിൽ അത് ചേർക്കാം, ബി ചേർക്കാം. ഇനി രണ്ടാമത്തെ ഓക്സിലറി കണ്ടെത്തി എഴുതുന്ന സെന്റൻസുകളാണെങ്കിലാ ഏത്? സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലാ, അതായത് ഈസ്, ആമ്, ആറ്, വാസ്, വേർ കണ്ടെത്തി എഴുതുന്ന സെന്റൻസുകളാണെങ്കിൽ ഇവിടെ ഒന്നും ചേർക്കരുത്. ഇവിടെ ബീയിങ്ങും ചേർക്കണ്ട, ബീനും ചേർക്കണ്ട, ബിയും ചേർക്കണ്ട. ക്ലിയർ ആണല്ലോ? അപ്പൊ ഓക്സിലറി ഒബ്ജക്റ്റ് കഴിഞ്ഞു. അപ്പൊ നമ്മളെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു കുട്ടികളെ ഒന്ന് പറഞ്ഞു നോക്കിയേ, കാണാതെ പറഞ്ഞു നോക്കിയേ. ഒബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് എങ്ങനെ എഴുതുന്നു പഠിച്ചോ? ഓക്സിലറി വെർബ് പ്ലസ് ഓർ മൈനസ് ബ്രാക്കറ്റിനകത്ത് ഏതൊക്കെ വാക്ക് വരാം? ബീയിങ്, അതേപോലെ ബീന്, അതേപോലെ ബി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് പ്ലസ് V3 പ്ലസ് ഓർ മൈനസ് RPS പ്ലസ് ഓർ മൈനസ് ബൈ പ്ലസ് ഓർ മൈനസ് സബ്ജക്റ്റ്. ഇക്വേഷൻ ഇടയ്ക്കിടയ്ക്ക് പറയണം, ഓർമ്മയിലിരിക്കണം. ഇനി നോക്ക്, നമ്മള് ഒബ്ജക്റ്റ് എഴുതുന്ന കാര്യം പറഞ്ഞു, ഓക്സിലറി വെർബിന്റെ കാര്യം പറഞ്ഞു, ബീയിങ്ങും ബീനും ബിയും എഴുതുന്നതും എഴുതാതിരിക്കുന്നതായിട്ടുള്ള കാര്യം പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത എന്താണ് കുട്ടികളെ? V3 ആണ് കേട്ടോ. V3 എന്ന് പറഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ രൂപം എടുത്തെഴുതുക അല്ലേ? അപ്പൊ പാസീവ് വോയിസിൽ എപ്പോഴും എന്തേ എഴുതാറുള്ളൂ? വെർബ് എപ്പോഴും V3 ഫോമുകളെ എഴുതാറുള്ളൂ. വാക്കിന്റെ മൂന്നാമത്തെ രൂപം ഏതാണ്? വാക്ഡ്, വാക്ക്, വാക്ഡ്, വാക്ഡ്. സിംഗ് ആണെങ്കിലാ സിംഗ്, സാങ്, സങ് ആണ് മൂന്നാമത്തെ രൂപം അല്ലേ? കം ആണെങ്കിലാ കം, കെയിം, കം ആണ് മൂന്നാമത്തെ രൂപം. മറക്കൂലല്ല? അപ്പൊ V3 ഫോം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തെന്താണ് കുട്ടികളെ? പ്ലസ് ഓർ മൈനസ് RPS പഠിച്ചോണം കേട്ടോ. പ്ലസ് ഓർ മൈനസ് RPSന്റെ ഫുൾ ഫോം റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ്. എന്താന്ന് പറയുക? റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ്, സെന്റൻസിൽ അവശേഷിക്കുന്ന ഭാഗം. നമ്മളിപ്പോ നോക്ക്, ഒബ്ജക്റ്റ് എടുത്തെഴുതി, ഓക്സിലറി വെർബിന്റെ കാര്യം കഴിഞ്ഞു, ബീയിങ്, ബീന്, ബി ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്തു. അത് കഴിഞ്ഞിട്ട് V3 വെർബിന്റെ മൂന്നാമത്തെ രൂപം എടുത്തെഴുതി. ഇനി സബ്ജക്റ്റ് ഒഴികെ, ആ സെന്റൻസിന്റെ തുടക്കത്തിൽ വരുന്ന വാക്കാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഒഴികെ എന്തെങ്കിലും ആ സെന്റൻസിനകത്ത് ഉണ്ടെങ്കിൽ, അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റമില്ലാതെ എടുത്തെഴുതുക. യാതൊരു മാറ്റവും ഇല്ലാണ്ട് എടുത്തെഴുതുക. സബ്ജക്റ്റ് മാത്രം മാറ്റി നിർത്തുക. സെന്റൻസിന്റെ തുടക്കത്തിൽ വരുന്ന വാക്കാണ് സബ്ജക്റ്റ്, അത് മാത്രം മാറ്റി നിർത്തിയിട്ട് ആ സെന്റൻസിനകത്ത് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് അതുപോലെ അങ്ങ് എടുത്തെഴുതുക. മാറ്റമില്ലാതെ എടുത്തെഴുതുക. ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ചില സെന്റൻസിൽ കാണൂല, ഇല്ലാത്ത സെന്റൻസിൽ എഴുതണ്ട. ഓക്കെ, അപ്പൊ റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ് എന്താണ് കുട്ടികളെ? സബ്ജക്റ്റ് ഒഴികെ അവശേഷിക്കുന്ന ഭാഗം യാതൊരു മാറ്റവും ഇല്ലാതെ എടുത്തെഴുതുക. ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതണ്ട. അതാണ് നമ്മൾ പ്ലസ് ഓർ മൈനസ് ഇട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു സെന്റൻസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. നോക്കിയേ, നോക്ക്, ഹി ഈസ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഹി ഈസ് എക്സാമിനിങ്, ഹി ഈസ് എക്സാമിനിങ് the case in detail. He is examining the case in detail. നിങ്ങൾ അതിന്റെ പാർട്സ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹി എന്ന് പറയുന്നത് എന്ത് പാർട്ടാണ് കുട്ടികളെ? സബ്ജക്റ്റ് പാർട്ടാണ്, സബ്ജക്റ്റ് ആണ്. ഈസ് എന്ന് പറയുന്നതാണെങ്കിലോ ഓക്സിലറി വെർബാണ്. എക്സാമിനിങ് പരിശോധിക്കുക എന്ന് പറയുന്നത് വെർബാണ്.
വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്കാണ് ഏതെന്ന് പറഞ്ഞു? ഒബ്ജക്റ്റ്. ദ കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. കണ്ട, ഇൻ ഡീറ്റെയിൽ എന്ന് പറയുന്നത് റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ്, ബാക്കി ഇരിക്കുന്ന ഭാഗം. ഈ സബ്ജക്റ്റ് മാത്രം മാറ്റി നിർത്തിയിട്ട് സബ്ജക്റ്റിന് എഴുതാറുണ്ട്. നമ്മൾ ഇതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ആദ്യം ഒബ്ജക്റ്റ് എഴുതുക. ഒബ്ജക്റ്റ് ഏതാണ്? ദ കേസ്. നമുക്ക് എളുപ്പമാണ്, നമ്മൾ ഞാൻ കൂടെ ഓരോ സെന്റൻസ് എഴുതും. ദ കേസ്. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് എഴുതുക. ദ കേസ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ് പ്ലൂറൽ ആണ്? സിംഗുലാർ ആയതുകൊണ്ട് നമുക്ക് ഈസ് എന്ന് പറയുന്ന ഓക്സിലറി അതുപോലെ എഴുതാം. ഈസ് എഴുതി. ഇനി അടുത്തത് ബീയിങ്, ബീന്, ബി, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കാന്ന് പറഞ്ഞു. തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ഈസ്, ആമ്, ആറ്, വാസ്, വെയർ വന്നാൽ എന്ത് ചേർക്കാം? ബീയിങ് ചേർക്കാം. ഇതൊക്കെ ഈസ് ചോദ്യത്തിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചേർത്തു? ബീയിങ് ചേർത്തു. കണ്ടാ, ബീയിങ് ചേർത്തു. ഇനി അടുത്തെന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് വെർബിന്റെ V3 എക്സാമിനിങ്ങിന്റെ മൂന്നാമത്തെ രൂപം ഏതാണ്? എക്സാമിൻഡ്. എക്സാമിൻഡ് എന്ന് എഴുതി. ഓക്കെ. ഇനി നോക്ക്, RPS ഉണ്ടെങ്കിൽ എഴുതാം. RPS ഏതാണ്? ഈ സബ്ജക്റ്റ് ഒഴികെ എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ അത് അതുപോലെ അങ്ങ് എഴുതുക. അതേതാണ്ടേ? ഇതാടുക്കണം. ഇൻ ഡീറ്റെയിൽ. ഇൻ ഡീറ്റെയിൽ അവന്റെ അവസാനം എഴുതി. ഇൻ ഡീറ്റെയിൽ. അത്രേ ഉള്ളൂ. ഇൻ ഡീറ്റെയിൽ. ദ കേസ് ഈസ് ബീയിങ് എക്സാമിൻഡ് ഇൻ ഡീറ്റെയിൽ. ഇങ്ങനെയാണ് നമ്മൾ പാസീവ് മാറ്റുന്നത്. അങ്ങോട്ട് പറയും, ഓരോ സെന്റൻസ് പറയും. അപ്പൊ ആ റിമൈനിങ് പാർട്ട് മനസ്സിലാക്കാനാണ് ഞാൻ അതൊന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? അപ്പൊ RPS എന്ന് പറഞ്ഞതാണ് സബ്ജക്റ്റ്. തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റ് മാത്രം മാറ്റി നിർത്തുക. വേറെ എന്തെങ്കിലും എടുത്തെഴുതാനുണ്ടെങ്കിൽ അത് ഒരു മാറ്റവും ഇല്ലാതെ അങ്ങ് എടുത്തെഴുതുക. അതിനകത്ത് ഒരു വാക്ക് പോലും മാറ്റണ്ട, അതുപോലെ അങ്ങ് എടുത്തെഴുതുക. ഇല്ലെങ്കിൽ എഴുതണ്ട. ലാസ്റ്റ് ഭാഗം ബൈ പ്ലസ് സബ്ജക്റ്റ്. ലാസ്റ്റ് ഭാഗം ഏതാണ്ടേ? ബൈ പ്ലസ് സബ്ജക്റ്റ്. നിർബന്ധമില്ല, ബൈ ചേർത്തിട്ട് ആ സബ്ജക്റ്റ്, സെന്റൻസിന്റെ തുടക്കത്തിൽ കിടക്കുന്ന വാക്കാണ് സബ്ജക്റ്റ്, അത് ഏറ്റവും അവസാനം എടുത്തെഴുതുക. ബൈ ചേർത്ത് സബ്ജക്റ്റ് എടുത്തെഴുതുക. ചിലപ്പം പേരുകളാണെങ്കിൽ അതുപോലെ അങ്ങ് സബ്ജക്റ്റ് ആയിട്ട് എഴുതാം. ഇപ്പൊ രാഹുൽ എന്നോ രാമു എന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നോടെ ഇങ്ങനെയുള്ള പേരുകൾ വലുതോ ആണെങ്കിൽ അതുപോലെ എഴുതാം. എന്നാൽ പ്രോനൗണുകളാണെങ്കിൽ അതിന്റെ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് രൂപം വേണം എഴുതാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു. നേരത്തെ ഒബ്ജക്റ്റ് എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഒരു പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപമാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ പാസീവ് വോയിസ് എഴുതുമ്പോൾ അതിനെ സബ്ജക്റ്റ് ആയിട്ട് മാറ്റണം. ഇനി പാസീവ് വോയിസില് സബ്ജക്റ്റ് കിടക്കുന്ന സബ്ജക്റ്റുകള് നമ്മൾ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കൊണ്ട് എഴുതുമ്പോൾ അതിന്റെ എന്ത് രൂപം എഴുതണം? ഒബ്ജക്റ്റ് രൂപം എഴുതണം. അതിന്റെ ഒബ്ജക്റ്റ് രൂപം. ഇപ്പൊ ഹി എന്നാണ് കിടക്കുന്നതെങ്കിൽ ബൈ ഹിം ആക്കി കൊടുക്കണം. ഷീ ആണെങ്കിൽ ബൈ ഹെർ ആക്കി കൊടുക്കണം. ഇനി അതേപോലെ ഇറ്റ് ആണ് കിടക്കുന്നതെങ്കിൽ ബൈ ഇറ്റ് എന്ന് തന്നെ എഴുതിയാൽ മതി. ദേ ആണ് കിടക്കുന്നതെങ്കിൽ ബൈ ദം എന്ന് എഴുതണം. ക്ലിയർ ആണല്ലോ? സബ്ജക്റ്റുകള് പ്രോനൗണിന്റെ സബ്ജക്റ്റ് രൂപമാണെങ്കിൽ അത് ബൈ ചേർത്ത് എഴുതുമ്പോൾ ബൈ പ്ലസ് ഒബ്ജക്റ്റ് രൂപമാക്കി എഴുതണം. ഓക്കെ. നമുക്ക് പ്രോനൗണിന്റെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേരിയേഷൻസ്. ഐയുടെ ഒബ്ജക്റ്റ് രൂപമാണ് മീ. വി ആണെങ്കിൽ അസ്, യു ആണെങ്കിൽ യു തന്നെ, ഹി ആണെങ്കിൽ ഹിം, ഷീ ആണെങ്കിൽ ഹെർ, ഇറ്റ് ആണെങ്കിൽ ഇറ്റ് തന്നെ, ദേ ആണെങ്കിൽ ദം. ക്ലിയർ ആണോ കുട്ടികളെ? ഇതാണ് പാസീവ് വോയിസിന്റെ ഇക്വേഷൻ. ഇപ്പൊ നമ്മൾ ഒരു വലിയ ഇക്വേഷൻ പഠിച്ചു. ആ വലിയ ഇക്വേഷൻ വെച്ചിട്ട് എല്ലാ സെന്റൻസും ഒരുപോലെ അങ്ങ് നമുക്ക് പറവറ ചെയ്തു പോവാം. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം. ആ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. നമ്മൾ പാസീവ് വോയിസിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് പറഞ്ഞത്? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ്. ഒന്ന് പറഞ്ഞേ. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ്. അത് കഴിഞ്ഞിട്ട് പ്ലസ് ഓർ മൈനസ് ബീയിങ്, ബീന്, ബി പ്ലസ് V3 പ്ലസ് ഓർ മൈനസ് RPS പ്ലസ് ഓർ മൈനസ് ബൈ പ്ലസ് ഓർ മൈനസ് സബ്ജക്റ്റ്. ഇനി ഒബ്ജക്റ്റ് എങ്ങനെ എഴുതാം? വെർബിന് എന്നോടൊപ്പം പറ. വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. അതങ്ങോട്ട് എടുത്ത് എഴുതുക. പേരാണെങ്കിൽ ഒരു മാറ്റം ഇല്ലാണ്ട് എഴുതാം. ഒബ്ജക്റ്റ് രൂപങ്ങളാണെങ്കിൽ, ഇതുപോലെയുള്ള ഒബ്ജക്റ്റ് രൂപങ്ങളാണ് കിടക്കുന്നതെങ്കിൽ എന്താക്കി മാറ്റുക? സബ്ജക്റ്റ് രൂപമാക്കി എഴുതണം. ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് ഓക്സിലറി വെർബാണ്. തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ഓക്സിലറി ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ആ ഓക്സിലറി അതുപോലെ അങ്ങ് എടുത്തെഴുതാം. സിംഗുലാർ ആണെങ്കിൽ അത് തന്നെ എഴുതാം. പ്ലൂറൽ ആണെങ്കിൽ അതിന്റെ പ്ലൂറലാക്കി മാറ്റണം. ഓക്സിലറി സിംഗുലാറും പ്ലൂറും ഞാൻ പറഞ്ഞു തന്നെ. ഈസാമിന്റെ പ്ലൂറൽ ഏതാണ്? 6. വാസ് ആണെങ്കിലാ വെയർ, ഹാസ് ആണെങ്കിലാ ഹാവ്, ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ. വില്ല് മുതൽ ഓട്ടിറ്റ്യൂറുള്ള ഓക്സിലറി എല്ലാം അത് തന്നെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ഓക്സിലറി ഇല്ലാത്ത സെന്റൻസുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഓക്സിലറി വെർബ് കണ്ടെത്തി എഴുതണം. എങ്ങനെ കണ്ടെത്താം കുട്ടികളെ? എങ്ങനെ കണ്ടെത്താം? തന്നിരിക്കുന്ന സെന്റൻസ് നോക്കുക. സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം സിമ്പിൾ പ്രസന്റ് ആണെന്ന്? വെർബ് നോക്കിയാൽ മതി. വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബോ അല്ലെങ്കിൽ ഡുവോ ഡെസ്സോ വരുന്ന സെന്റൻസ് ആണെങ്കിൽ ഏതൊക്കെ ഓക്സിലറി എടുക്കാം നമുക്ക് പാസീവ് വോയിസിൽ? ഈസ്, ആമ്, ആറ്. ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് അതിലൊന്ന് എടുത്തെഴുതാം. ഇനി സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ, തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എങ്ങനെ കണ്ടെത്താം? വെർബ് V2 അല്ലെങ്കിൽ ഡെഡ് വരുന്ന സെന്റൻസ്.
ഏതൊക്കെ ഓക്സിലറി എടുക്കാം? വാസു എടുക്കാം, വേറും എടുക്കാം. ഇത് നമ്മൾ കണ്ടെത്തിയാണേ. ഈസ്, ആം, ആർ, വാസു, വേർ അവിടെ കണ്ടെത്തി എഴുതിയാണേ. ഇനി സിംഗുലാറും പ്ലൂറലും അനുസരിച്ച് വാസും വേറും നിലനിർത്താം. ഇനി പ്ലസ് ഓർ മൈനസ് ബീയിങ്, ബീന്, ബി എങ്ങനെ കണ്ടെത്താം? തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ബീയിങ് ചേർക്കാം, ബീൻ ചേർക്കാം, ബി ചേർക്കാം. ഓക്കെ, ഇനി എങ്ങനെ ചേർക്കാം? ചോദ്യത്തിൽ തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ഓക്സിലറി ആയിട്ട് ഈസ്, ആം, ആറ്, വാസ്, വേർ വന്നിട്ടുണ്ടെങ്കിൽ ഏത് എഴുതി കൊടുക്കുക? ബീയിങ് ചേർക്കുക. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ഹാസ്, ഹാവ്, ഹാഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചേർത്ത് കൊടുക്കുക? ബീൻ ചേർക്കുക. തന്നിരിക്കുന്ന ചോദ്യത്തില് വില്ലു മുതൽ ഓട്ടിട്ട് വരെ വരുന്ന ഓക്സിലറി ആണെങ്കിൽ ഏത് ചേർത്ത് കൊടുക്കുക? ബി ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത ലാസ്റ്റ് വൺ പറഞ്ഞ എന്ത് ചെയ്യുന്ന? അത് കഴിഞ്ഞിട്ട് ഇവിടെ ബീങ് ഒന്നും ഇതൊന്നും വാക്കുകളൊന്നും ചേർക്കണമെങ്കിൽ പ്രത്യേകം എന്താണ്? തന്നിരിക്കുന്ന ചോദ്യത്തില് ഓക്സിലറി വെർബ് ഇല്ല, നമ്മൾ കണ്ടെത്തി എഴുതുന്ന സെന്റൻസുകളാണെങ്കിൽ ഓക്സിലറി കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണ്ട? ബീങ് ചേർക്കണ്ട, ബീന് ചേർക്കണ്ട, ബി ചേർക്കണ്ട. അതായത് ഈസ്, ആം, ആർ, വാസ്, വെയർ കണ്ടെത്തി എഴുതുന്ന സെന്റൻസുകളിൽ ഇവയൊന്നും ചേർക്കണ്ട. ഈ 3 വാക്കുകൾ ചേർക്കണ്ട. ഇനി അടുത്തത് വെർബിന്റെ മൂന്നാമത്തെ രൂപം B3. അത് കഴിഞ്ഞിട്ട് RPS എന്താണ്? സെന്റൻസിൽ സബ്ജക്റ്റ് ഒഴികെ എന്തെങ്കിലും വാക്കുകൾ എടുത്തെഴുതാൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റമില്ലാതെ എടുത്തെഴുതുക. ബൈ ചേർത്തിട്ട് ലാസ്റ്റ് ബൈ പ്ലസ് സബ്ജക്റ്റ്, ബൈ ചേർത്തിട്ട് തന്നിരിക്കുന്ന സബ്ജക്റ്റിനെ എടുത്തെഴുതുക. അതൊരു പ്രോനൗൺ ആണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് രൂപം വേണം എടുത്തെഴുതാൻ. പ്രോനൗൺ എന്ന് പറയുമ്പോൾ ഐ ആണ് കിടക്കുന്നതെങ്കിൽ ബൈ മീ എന്നാക്കണം. ഇനി വി ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതെങ്കിൽ നമ്മളെ പാസീവ് വോയിസിൽ ബൈ അസ് എന്ന് എഴുതണം. ഇനി യു ആണ് കിടക്കുന്നെങ്കിൽ ബൈ യു എന്ന് എഴുതുക. ഹി ആണെങ്കിൽ ബൈ ഹിം എന്ന് എഴുതുക. ഷീ ആണെങ്കിൽ ബൈ ഹെർ എന്ന് എഴുതുക. ഇറ്റ് ആണെങ്കിൽ ബൈ ഇറ്റ് എന്ന് എഴുതുക. ദേ ആണെങ്കിൽ ബൈ ദം എന്ന് എഴുതുക. ഓക്കെ, ഇനി പേരുകളാണെങ്കിൽ കുഴപ്പമില്ല. രാഹുൽ എന്നോ മനു എന്നോ ഒക്കെ ആണെങ്കിൽ ബൈ രാഹുൽ, ബൈ മനു എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ ഇക്വേഷൻ? ചോദ്യങ്ങളിലേക്ക് പോവാം. ഡൗട്ടൊന്നുമില്ല. ആ ഇക്വേഷൻ എഴുതിയെടുത്ത് കാണാതെ പഠിച്ചു വരണം. ഓക്കെ.